ഫുട്ബോൾ ആവേശത്തിൽ പുന്നച്ചേരി സെന്റ് മേരീസ് എൽ.പി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ വാസ്കോ ഗോവൻ താരവും ഫുട്ബോൾ കോച്ചുമായ ടാർസൻ തോമസ് വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. പുന്നച്ചേരി സെന്റ് മേരീസ് എൽ.പി. സ്കൂൾ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേറ്റപ്പോൾ കാൽപന്ത് കളിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തിയത് ഗോവൻ താരവും കോച്ചുമായ ടാർസൻ തോമസാണ്. ആവേശത്തോടെയാണ് കുരുന്നുകൾ ലോകകപ്പിനെ വരവേറ്റത്. പുന്നച്ചേരി ടർഫിൽ നടന്ന പരിപാടിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടും കുട്ടികൾക്കായുള്ള ഫുട്ബോൾ മത്സരവും നടന്നു. ലോകകപ്പിൽ മത്സരിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് കുട്ടികൾ മൈതാനത്തെത്തിയത്. ഫുട്ബോൾ താരം ടാർസൻ തോമസ് കുട്ടികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. കേരളത്തിലെ മൈതാനങ്ങൾ ഇന്ന് ടർഫുകളായി ചുരുങ്ങിയെന്നും വലിയ മൈതാനങ്ങൾ ആവശ്യമാണെന്നും ടാർസൻ തോമസ് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ബൂട്ടിന് കിട്ടുന്നത്. കാരണം നമ്മുടെ നാട് മാടായി എന്ന പ്രദേശത്തായതുകൊണ്ട് അവിടെ നമുക്ക് എല്ലാം പൂഴും മണൽ പ്രദേശങ്ങളായതുകൊണ്ട് നമുക്ക് ബൂട്ടിട്ട് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊക്കെ ഫുട്ബോളിലോട്ട് ബൂട്ട് കെട്ടുന്നത് തന്നെ. അണ്ടർ 16 നമ്മുടെ സബ് ജൂനിയറിൻ്റെ സെലക്ഷൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായി ബൂട്ട് കെട്ടി സെലക്ഷൻ ഇറങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാത്തൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോഴത്തെ മക്കൾക്ക്. കാരണം അവരിപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ ജേഴ്സിയും ഷോർട്ട്സൊക്കെ ഇട്ട് നടക്കുന്നു, ബൂട്ട് കിട്ടുന്നു, കളിക്കാൻ ഗ്രൗണ്ട്. അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമ്മുടെ മാറ്റത്തിന് നമ്മളെന്തായാലും വളരെ സന്തോഷം. PTA പ്രസിഡന്റ് രമേശൻ നാവൂരി, ഹെഡ് മിസ്ട്രസ് ക്രിസ്റ്റീന ജോൺസൺ ലാസർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.